പോലീസ് ചാർജ് ചെയ്ത ബലാത്സംഗ കേസിൽ മുകേഷ് എം.എൽ.എ, ഇടവേള ബാബു എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുകയാണ്. ഈ കോടതി വിധി അല്പനിമിഷങ്ങൾക്കകം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. എറണാകുളത്തെ സെഷൻസ് കോടതിയാണ് ഈ കാര്യത്തിൽ വിധി പറയുക. അതേപോലെ ലോയേഴ്സ് കോൺഗ്രസ് മുൻ നേതാവ് V.S. ചന്ദ്രശേഖരൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി വിധി പറയാൻ ശനിയാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ മുകേഷിൻ്റെയും അതുപോലെ ഇടവേള ബാബുവിൻ്റെയും ജാമ്യ ഹർജിയിലുള്ള വിധി അല്പനിമിഷങ്ങൾക്കകം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി തത്സമയം ചേരുകയാണ്. ശ്രീകാന്ത്, പറയൂ. രാവിലെ 10:30 നിൽപ്പ് തുടങ്ങിയതാണ് ഈ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് മുൻപാകെ. അതായത് വിധി ഇപ്പോൾ വരും, പിന്നീട് വരും എന്നിങ്ങനെ ആകാംക്ഷ വർദ്ധിച്ചു വന്നു എന്നുള്ളതല്ലാതെ ഉച്ചവരെയും വിധി വന്നില്ല. ജഡ്ജ് അതിനിടയിൽ ചില തീരുമാനങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. അതായത് ചേംബറിൽ വെച്ച് വിധി പറഞ്ഞ് ഒപ്പം ഈ വിധിപ്പകർപ്പ് അപ്ലോഡ് ചെയ്യാം എന്നൊരു നീക്കത്തിലേക്ക് ഇടയ്ക്ക് പോവുകയുണ്ടായി. പക്ഷേ പിന്നീട് ഓപ്പൺ കോടതിയിൽ തന്നെ പരിഗണിക്കാം എന്ന് തിരുത്തി. അസാധാരണമാണ് ഈ ഒരു സംഭവം. കാരണം 6:30 ആയിരിക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിൽ കീഴ്ക്കോടതികൾ ഇത്രയധികം സമയം നീണ്ടുപോകാറില്ല. ഇതിപ്പോൾ 6:30 ആയിട്ടും ആ കേസിൽ വിധി പറഞ്ഞിട്ടില്ല. മുകേഷിൻ്റെയും അതോടൊപ്പം ഇടവേള ബാബുവിൻ്റെയും ഹർജിയിലാണ്, മുൻകൂർ ജാമ്യ ഹർജിയിലാണ് വിധി വരേണ്ടത്. ഈ നിമിഷം വരെ ജഡ്ജിൻ്റെ ഭാഗത്തു നിന്നും അത്തരമൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഓപ്പൺ കോടതി ഒഴിവാക്കി. ഇനിയിപ്പോൾ സാധ്യത ഈ വിധിപ്പകർപ്പ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ കോഡ്സ് എന്ന് പറയുന്ന കോടതിയുടെ ഈ വെബ്സൈറ്റിൽ അത് നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. അവർക്ക് ജാമ്യം കിട്ടുമോ, മുൻകൂർ ജാമ്യം കിട്ടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവരുടെ അഭിഭാഷകനടക്കം ഇപ്പോൾ കോടതിയിലുണ്ട്. എല്ലാ മാധ്യമപ്രവർത്തകരും കോടതി മുൻപാകെ എത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, അഡ്വക്കേറ്റ് V.S. ചന്ദ്രശേഖരൻ ഇന്നത്തെ ദിവസം കിട്ടിയ തിരിച്ചടിയാണ്. അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി ഒരു തവണ കൂടി വാദം കേൾക്കാനായി മാറ്റി. അത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് മാറ്റിയത്. കാരണം ഈ കേസിലെ പരാതിക്കാരിയെ സുഹൃത്ത് മുഖേന സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ പുതുതായി ഉയർന്ന ആരോപണം. അതിൽ നെടുമ്പാശ്ശേരി പോലീസ് കേസ് കൂടി എടുത്തതോടെ അദ്ദേഹത്തിന് തിരിച്ചടിയേറ്റു. അദ്ദേഹം ഇനിയും കാത്തിരിക്കണം ശനിയാഴ്ച വരെ. തൽക്കാലം അതുവരെ അറസ്റ്റൊന്നും ഉണ്ടാകില്ല, പക്ഷേ കാത്തിരിക്കേണ്ടി വരും. ശനി 6:38 ജഡ്ജ് ഹണിയം വർഗീസ് ഏത് നിമിഷവും വിധി പ്രസ്താവം നടത്താം M. മുകേഷിൻ്റെയും ഇടവേള ബാബുവിൻ്റെയും കേസിൽ. ഓക്കെ ശ്രീകാന്ത്, ഇത് ഇത്ര സമയം നീണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ശ്രീകാന്ത്? നമുക്കും അതൊരു കൗതുകമാണ്. കാരണം ഇത് അടച്ചിട്ട മുറിയിലാണ് വാദം കേട്ടത്. 164 രേഖപ്പെടുത്തിയിരുന്നു. പിന്നെ ഇതൊരു വിവാദമായ കേസാണ്, പ്രമാദമായ സംഭവമാണ്. ഈ അവസാന ദിവസവും, ഇന്നെന്തായാലും വിധി പറയാനായി മാറ്റിയ ദിവസമായിരുന്നു, അവസാന ദിവസവും പ്രോസിക്യൂഷൻ ചില കാര്യങ്ങൾ അവതരിപ്പിക്കാനുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് അതിനവർക്ക് അവസരം കിട്ടിയത്. ആ സമയത്താണ് ഈ അഡ്വക്കേറ്റ് V.S. ചന്ദ്രശേഖരൻ്റെ ഒക്കെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഈ എഴുത്തുകുത്തുകൾ തീർക്കുന്നതിനുള്ള ഒരു കാലതാമസമായിരിക്കും നേരിടുന്നത് എന്ന് നമ്മൾ അനുമാനിക്കുന്നു. തൽക്കാലം മാധ്യമപ്രവർത്തകർക്ക് കോടതി മുറിക്കുള്ളിലേക്ക് പ്രവേശനമില്ല, പുറത്ത് നിൽക്കുകയാണ്. ഈ 164 അടക്കം രേഖപ്പെടുത്തിയ കേസിൽ തൽക്കാലം ഈ വിധി ഇനി അപ്ലോഡ് ചെയ്യൽ മാത്രമേ കാണൂ. കാരണം 6:40 ആകുന്നു. ഈ ഘട്ടത്തിൽ ഇനി ഒരു ഓപ്പൺ കോർട്ടിലേക്ക് കോടതി വന്നിരുന്ന് വിധി പ്രസ്താവിച്ച് പരസ്യമായ വിധി പ്രസ്താവം നടത്തി പിന്നീട് ഓർഡർ അപ്ലോഡ് ചെയ്യൽ ഉണ്ടാകില്ല എന്ന് കരുതുന്നു. ഓർഡറിൻ്റെ അവസാനവട്ട മിനുക്കുപണികളായിരിക്കാം അതുകൊണ്ട് ഇങ്ങനെ നീളുന്നു എന്നാണ് കരുതുന്നത്. ഇത് അസാധാരണമാണ്, സാധാരണ ഇങ്ങനെ ഉണ്ടാകാറേ ഇല്ല. ഓക്കെ, താങ്ക് യു. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഏറ്റവും പെട്ടെന്ന് തന്നെ വിധി പ്രസ്താവം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.